നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറയുന്ന സ്വലാത്ത് അല്ല. اللهم صل على سيدنا محمد على آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എല്ലാവരും ഈ സ്വലാത്ത് നിങ്ങളെല്ലാം പതിവാക്കണം. ഏറ്റവും ചെറിയതൊരു 33 വട്ടെങ്കിലും പതിവാക്കണം. പതിവാക്കാൻ ഒരു സംഗതി ഉദ്ദേശിച്ചാൽ നടക്കാതിരിക്കൂല. നിങ്ങൾക്ക് ചെല്ലണം. എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട പോക്കറുകുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി എനിക്ക് അരിഫിയ ജലാലയിൽ മിഷ്കാത്തുമൊക്കെ ഓതി തന്ന ഉസ്താദാണ് പോക്കറുകുട്ടി ഉസ്താദ്. ആ പോക്കറുകുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട കുത്തുബി ശംസുൽ ഉലമാ കുത്തുബി ഉസ്താദിന്റെ എഴുത്തുകാരനായിരുന്നു. വാഴക്കാട് നാറുൽ ഉലൂമില് കുത്തുബി തങ്ങൾ ദർസ് നടത്തുന്ന കാലത്ത് അവിടത്തേക്ക് വരുന്ന ഫത്വകൾ അതിന്റെ ജവാബ് നല്ല കൈയക്ഷരത്തില് അറബി മലയാളത്തില് എഴുതിക്കൊടുക്കുന്ന ആളായിരുന്നു എന്റെ ഉസ്താദ് പോക്കറുകുട്ടി മുസ്ലിയാർ. അതുകൊണ്ട് പോക്കറുകുട്ടി ഉസ്താദിന് കുത്തുബി തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിചയമുണ്ട്. ആ പോക്കറുകുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്നെ ഒരിക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. കുത്തുബി ഉസ്താദ് വഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൂട്ടി ചൊക്കിളിയിൽ കൊണ്ടുവന്നു. എന്നിട്ട് എനിക്ക് ദ്വാരക്കാൻ വേണ്ടി ഉസ്താദ് ശൈഖിനയോട് കുത്തുബി തങ്ങളോട് പറയുകയുണ്ടായി. അങ്ങനെ ദ്വാരന്നു തന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു, കുത്തുബി തങ്ങൾ ഹദ്ദാദ് റാത്തീബ് ഒരൊറ്റ ദിവസവും ഒഴിവാക്കുമായിരുന്നില്ല. ഇശാ നിസ്കരിച്ച് എവിടെയാണോ നിസ്കരിക്കുന്നത് ഉടനെ ദുആ കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് ഹദ്ദാദ് ചൊല്ലിയിട്ടല്ലാതെ കുത്തുബി തങ്ങൾ എഴുതിയിരിക്കാറില്ല. പതിവായിട്ട് എവിടെയാണെങ്കിലും അത് പതിവാക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് സഹോദരികളെ ഹദ്ദാദ് റാത്തീബും പതിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാം അത് പതിവാക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ആ ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകൾ മുഴുവനും സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും സിഹാഹു സിത്തയിലും എല്ലാം വന്നിട്ടുള്ള ദിക്റുകളാണ്, ദുആയാണ്. ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി മാപ്പ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ഹുസ്നുൽ ആഖിബത്ത് അവസാനം നന്നായി മരിക്കലാണ് ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്നവന്റെ പ്രത്യേകത. നന്നായി മരിക്കും എന്ന് അത്രയും വലിയ പതിവുള്ളതാണ്. ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങൾ ഹദ്ദാദ് ചെല്ലുമ്പോ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നപ്പോൾ എന്റെ ഉസ്താദ് തന്നെ പറഞ്ഞതാണ്, ഇവിടെ കുത്തുബീനെ കണ്ടവരാരുണ്ടോ കൂട്ടത്തില്? കണ്ടെന്ന് അത്ര ഓർമ്മല്ല. വലിയ ശബ്ദത്തില് ഹദ്ദാദ് ചെല്ലുമ്പോ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ഇങ്ങനെയാണ് അവരുടെ ചെല്ലല്. എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു മൗലവി ഉണ്ടായിരുന്നു വാഴക്കാട്, ഓതുന്നൊരു മുത്തഅല്ലിമ് തന്നെയാണ്. ആ മുത്തഅല്ലിമ് ഹദ്ദാദ് കൂടൂല. എന്നിട്ട് പുറത്തിങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങള് ഹദ്ദാദ് ചെല്ലുമ്പോ അകൽ ജലാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവനാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വഹാബിയായി തീർന്നിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളെ പോലുള്ള ആലിമീങ്ങൾ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ അവരിവിടെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ, ചെറുപ്പക്കാരെ, കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ, സഹോദരികളെ, നിങ്ങളും ഞാനും മുറുകെ പിടിക്കണം. അത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കുന്ന ദീനാണ്.
അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്ന ദീനാണ്. ആരെയും പരിഹസിക്കാത്ത ദീനാണ്, കളിയാക്കാത്ത ദീനാണ്. എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദീനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ഈ വലിയ സ്ഥാനം കിട്ടിയതും അത് തന്നെയാണ്. ഒരു ഗൗസിനെ കാണാൻ പോയ സമയത്ത് രണ്ടുപേര്, ഒരാൾ ഗൗസിനെ മുട്ടിക്കൂന്ന് പറഞ്ഞു, വേറൊരാൾ പറഞ്ഞു ഞാനൊന്ന് പരിശോധിക്കൂന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദിർ എന്ന് പേരായ കുട്ടി പറഞ്ഞു, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ചോദിച്ചു മുട്ടിക്കാൻ ഞാനില്ല, അവരെ പരിശോധിക്കാനും ഞാനില്ല. ഞാൻ അവരെ കാണുന്നത് ഇബാദത്താണെന്നുള്ള നിലക്ക് കാണാൻ വരികയാണെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗൗസിനെ മുട്ടിക്കുമെന്ന് പറഞ്ഞ് ഇബ്നു സക്ക എന്ന മനുഷ്യനെ ഈ വലിയ കണ്ട സമയത്ത് തന്നെ ഉടനെ തന്നെ പറഞ്ഞു, എടാ നീ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മുട്ടിക്കാൻ നടക്കുന്നവനാണല്ലേ, നിന്റെ ചോദ്യമുണ്ട് നിനക്ക്, ആ ചോദ്യങ്ങൾ ഇന്നതാണ്, നിന്റെ മറുപടി ഇന്നതാണ്. നീ അള്ളാഹുവിന്റെ ഔലിയാക്കളെ മുട്ടിക്കുന്നവനായതുകൊണ്ട് കുഫ്രിയത്തിന്റെ മണം നിന്നിലിതാ അടിച്ചു വീശുന്നുണ്ട്, നീ കുഫറിലായിട്ട് മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, അബ്ദുള്ള എന്ന് പറയുന്ന ആളോട് പറഞ്ഞു, നീ ആലിമീങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നടക്കുന്ന ആളാണല്ലേ, നിന്റെ ഇൽമു കൊണ്ട് നിനക്ക് ഉപകാരപ്പെടൂല. മൂന്നാമത്തെ അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയോട് പറഞ്ഞു, നീ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും ശൈഖുമാരെയും ഔത്തുകളെയും ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് നിന്റെ കാലഘട്ടത്തിലുള്ള മുഴുവൻ ഔലിയാക്കളും നിന്റെ കാലിന്റെ ചുവട്ടിലാകും അബ്ദുൽ ഖാദിർ എന്ന് ഗൗസുൽ ആദമിനോട് പറഞ്ഞു. അത്രയും വലിയ സ്ഥാനം അവിടത്തേക്ക് കിട്ടിയിട്ടുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ വലിയനെ ബഹുമാനിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട്, എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ രാഷ്ട്രീയ കോപ്പിരാട്ടികൾ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പൊക്കമുണ്ടായപ്പോ സുബ്ഹാനല്ലാഹ് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രളയത്തിൽ സഹായിക്കുകയായിരുന്നു. ഇപ്പോഴതൊക്കെ മറന്നുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങിപ്പോയി. ഇങ്ങനത്തെ യുദ്ധം നടക്കുമ്പോൾ, രാഷ്ട്രീയ യുദ്ധം നടക്കുമ്പോൾ അതിലൊന്നും നിങ്ങൾ ആരെയും പക്ഷത്ത് ചേർന്ന് ആലിമീങ്ങളെ കുറ്റം പറയാനോ മുഅ്മിനീങ്ങളെ കുറ്റം പറയാനോ പോകരുത് എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മകൻ